നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിസയും വേണ്ട, പാസ്പോർട്ടും വേണ്ട, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ആ ഒരു രാജ്യം ഇതാണ്. ഇന്ത്യക്കാർ 2020 സന്ദർശിച്ചിരിക്കേണ്ട ഏറ്റവും മികച്ച രാജ്യം എന്ന പേരിലാണ് ഭൂട്ടാൻ പ്രസിദ്ധമാകുന്നത്. ഹാപ്പിനെസ് ഈസ് എ പ്ലേസ്. ഇത് വെറുമൊരു പരസ്യവാചകമോ വാഗ്ദാനമോ അല്ലെന്ന് ഭൂട്ടാൻ അനുദിനം തെളിയിച്ചിരിക്കുകയാണ്. ഭൂട്ടാൻ ഒരിക്കലും ഒരു സാധാരണ സ്ഥലമല്ല. പരമ്പരാഗത ബുദ്ധമത സംസ്കാരം, ആഗോള സംഭവവികാസങ്ങളെ ശ്രദ്ധാപൂർവം ഉൾക്കൊള്ളുന്ന മഹത്തായ ഹിമാലയൻ രാജ്യമാണ് ഇത്. നമ്മൾ ഇന്ത്യക്കാർ തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഭൂട്ടാൻ. ഭൂട്ടാനെ ലോകത്തിലെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായി തിരഞ്ഞെടുത്തിരിക്കുകയാണ് ലോൺലി പ്ലാനറ്റ്. നേരത്തെ 1ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇംഗ്ലണ്ടിനെ പിന്തള്ളിയാണ് ഭൂട്ടാൻ 1ാമത് എത്തിയിരിക്കുന്നത്. സഞ്ചാരികൾക്ക് മികച്ച അനുഭവം നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചാണ് ലോൺലി പ്ലാനറ്റ് റാങ്കിംഗ് നിശ്ചയിച്ചിരിക്കുന്നത്. ബെസ്റ്റ് ഇൻ ട്രാവൽ 2020 പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പട്ടിക അടിസ്ഥാനമാക്കുന്നത് രാജ്യത്തെ സവിശേഷതകൾ, അതുല്യമായ അനുഭവങ്ങൾ, മികച്ച ഘടകങ്ങൾ എന്നിവയാണ്. ആധുനിക നൂറ്റാണ്ടിലും സമ്പൂർണ്ണ രാജവാഴ്ച നിലനിൽക്കുന്ന ചുരുക്കം രാജ്യങ്ങളിലൊന്നാണ് ഭൂട്ടാൻ. ലോകത്തെ ഏറ്റവും സന്തുഷ്ടമായ ജനത താമസിക്കുന്ന രാജ്യമെന്ന ബഹുമതിയും ഭൂട്ടാന് സ്വന്തം. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഹിമാലയൻ താഴ്വരയിൽ ശയിക്കുന്ന ഈ രാജ്യത്തിന്റെ ഭൂരിഭാഗം പർവ്വത പ്രദേശങ്ങളാണ്. ഹിമാലയൻ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂട്ടാൻ അത്യധികം നിഗൂഢതകൾ പേറുന്ന രാജ്യം കൂടിയാണ്. പർവ്വത താഴ്വാരമായതിനാൽ മലകളും മരങ്ങളും മനോഹരമായ ഭൂപ്രകൃതിയും കൊണ്ട് ഭൂട്ടാൻ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഭൂട്ടാനിലെ സാംസ്കാരിക സംരക്ഷണവുമായി പരിസ്ഥിതി സംരക്ഷണം കൈകോർക്കുന്നു. നിയമപ്രകാരം രാജ്യത്തിന്റെ 60% വനമായി തുടരണം എന്നാണ്. ഇത് നിലവിൽ 70% മുകളിലാണ്. ഭൂട്ടാൻ കാർബൺ നിഷ്പക്ഷ രാജ്യം മാത്രമല്ല, അത് പുറത്തുവിടുന്നതിനേക്കാൾ കൂടുതൽ കാർബൺ ആഗിരണം ചെയ്യുന്നുമുണ്ട്. സന്ദർശകരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മനോഹരമായ വനയാത്രകളും ട്രെക്കിങ്ങും ദേശീയ പാർക്കുകളും മികച്ച പക്ഷി സങ്കേതങ്ങളും ആസ്വദിക്കാനാകും. ടൈഗേഴ്സ് നെസ്റ്റ് മൊണാസ്ട്രി കാണാതെ ഭൂട്ടാൻ യാത്രയില്ല. നീലപ്പൈനുകളും റോഡോഡെൻഡ്രോണുകളും നിറഞ്ഞ ഒരു വനത്തിന് മുകളിൽ മലഞ്ചെരുവിൽ സ്ഥിതി ചെയ്യുന്ന മൊണാസ്ട്രിയുടെ കാഴ്ച വാക്കുകൾക്ക് അതീതമാണ്. മനോഹരവും അസാധാരണവുമായ ഈ മഠത്തിലേക്കുള്ള മലകയറ്റം 900 മീറ്റർ ഉയരത്തിലേക്ക് ആയതിനാൽ ട്രെക്കിംഗ് പ്രിയരുടെ ഇഷ്ട വിനോദമാണ് ഇത്. പാറോ താഴ്വര മുഴുവൻ കാണാനുള്ള ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് സൂരി സോങ് ട്രെക്ക്. ഭൂട്ടാനിലെ ഏറ്റവും പഴക്കം ചെന്ന സോങ് ആയ സൂരി സോങ് 8ാം നൂറ്റാണ്ടിൽ ബുദ്ധൻ ധ്യാനിക്കാൻ വന്ന ഗുഹയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭൂരിഭാഗം ഭൂട്ടാൻ ജനങ്ങളും ബുദ്ധമത വിശ്വാസികളാണ്. രാജ്യത്തുടനീളം അനേകായിരം ബുദ്ധവിഹാരങ്ങളും ക്ഷേത്രങ്ങളും കാണാം. പുനാഖ സോങ് ഭൂട്ടാനിലെ ഏറ്റവും പഴക്കമേറിയ 2ാമത്തെ കൊട്ടാരമാണ്. പൂങ്താങ് ദൊവാചൻ ഫോൺറാങ് അഥവാ കാസിൻ ഓഫ് ഗ്രേറ്റ് ഹാപ്പിനെസ് എന്നും ഇതിനെ വിളിക്കുന്നു. ഇത് രാജ്യത്തെ ഏറ്റവും ഭംഗിയുള്ളതും ഗാംഭീര്യമുള്ളതുമായ കൊട്ടാരം കൂടിയാണ്. തലസ്ഥാനമായ തിംഫുവിൽ നിന്ന് 3 മണിക്കൂർ യാത്രയുണ്ട് ഇവിടേക്ക്. ഫോച്ചു, മോച്ചു എന്നീ 2 നദികൾക്കിടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പരമ്പരാഗത സംസ്കാരങ്ങൾ കാത്തുസൂക്ഷിക്കുന്നവരാണ് ഭൂട്ടാനിലെ ജനങ്ങൾ. അവർ ധരിക്കുന്നത് ഇന്നും പരമ്പരാഗത വസ്ത്രങ്ങളാണ്. രാജാവ് പ്രജകളെയും അവർ തിരിച്ചും സ്നേഹിക്കുന്നു. പല കാലത്തിലും ഭരണം രാജ്യത്തിന് വിട്ടു നൽകിയെങ്കിലും രാജഭരണത്തിലെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ജീവിക്കാൻ ഭൂട്ടാൻകാർ തീരുമാനിക്കുകയായിരുന്നു. വിസയും പാസ്പോർട്ടും ഇല്ലാതെ ഇന്ത്യക്കാർക്ക് സഞ്ചരിക്കാവുന്ന 2 രാജ്യങ്ങളിൽ ഒന്നാണ് ഭൂട്ടാൻ, മറ്റൊന്ന് നേപ്പാളാണ്. വെറുമൊരു പെർമിറ്റ് മാത്രം എടുത്ത് ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഭൂട്ടാൻ സന്ദർശിക്കാവുന്നതാണ്. ഭൂട്ടാൻ ടൂറിസം വകുപ്പിന്റെ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി പെർമിറ്റ് എടുക്കാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.